ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് എനിക്ക് അമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ലാബിലേക്കാണ് കേട്ടോ. എൻ്റെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. തടി കൂടുന്നുണ്ട്, മുട്ടുവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ നിർബന്ധിച്ച് വിട്ടതാണ്. എനിക്ക് ഈ കുത്തൽ തുടക്കം ചെറിയൊരു പേടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ, സന്ധി ചേച്ചി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തത് വെറുതെ ആയില്ല. കൊളസ്ട്രോൾ അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു. കൂടുതലെന്ന് വെച്ചാൽ ബോർഡർ ലൈൻ ഹൈ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് കുറേ ആയി. ഞാൻ വെയിറ്റ് നോക്കുന്ന സമയത്ത് 56 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുട്ടിക്ക് മിഠായി വാങ്ങാതെ വന്നുകൊണ്ട് അവരെന്നെ കടയിലേക്ക് പിടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ തേൻ മിഠായി കണ്ടപ്പോൾ തേൻ മിഠായി വാങ്ങിച്ചു. ഞാൻ പുളിയച്ചാറും നമ്മുടെ പഴയ പുളിപ്പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഗ്യാസ് മിഠായിയൊക്കെ ഉണ്ടാവും, ഇപ്പോൾ പോളോ എന്നൊക്കെ പറയും. അത് വാങ്ങിക്കാനാണ് ഞാൻ പോയത്. പക്ഷേ അതൊന്നും കിട്ടിയില്ല. തേൻ മിഠായിയും കിട്ടി. പിന്നെ നമ്മുടെ കുഞ്ഞു പാക്കറ്റിൽ ഇമിലിയില്ലേ അത് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അടി ഉണ്ടാക്കുകൊണ്ട് ഞാൻ തന്നെ വീതം വെച്ച് എല്ലാം കൊടുക്കണം. എൻ്റെ കുഞ്ഞിപ്പെണ്ണടക്കം വീതം വെക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ തേൻമിഠായി നമ്മുടെ പഴയ തേൻമിഠായി പോലെയൊന്നുമില്ല കേട്ടോ. തേൻമിഠായിൽ തേനൊക്കെ കുറവാണ്. ഞാൻ നല്ല തേൻ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയതാണ്. ഞാൻ ഞെക്കി പിഴിഞ്ഞ് നോക്കിയിട്ട് പോലും തേൻ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി മിഠായിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും അലക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുഞ്ഞൂസും കുട്ടികളൊന്നും കാണാതെയാണ് വന്നിട്ടുള്ളത്. അവർ വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കലും പുഴയിൽ കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. എനിക്കിവിടെ വന്നാൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള പണി അലക്കലാണ്. വേറെ ഒന്നുമല്ല, പുഴയിൽ അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളവിടെ പൈപ്പിൻ ചോട്ടിൽ അലക്കി എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും ഇങ്ങനെ പുഴയിൽ വന്ന് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് അലക്കുന്ന സുഖം ഒരിക്കലും നമുക്ക് പൈപ്പിൻ ചോട്ടിൽ അലക്കാൻ കിട്ടൂല എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അലക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി കഴിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ പാട്ട് വെച്ചിട്ട് നല്ല ഡാൻസിലാണ് കേട്ടോ. മെയിനായിട്ട് കുഞ്ഞിപ്പെണ്ണാണ്. അവളുടെ ഒരു കളീൻ്റെ ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് പിന്നെ വേഗം ചായയൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. എനിക്ക് ഈ ഒരു സമയമാകുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ പോകാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞിട്ട് പോകുകയെന്ന് പറയുമ്പോൾ നല്ല വിഷമമാണ് കേട്ടോ. അത് എല്ലാവരും കൂടി ഉള്ളപ്പോൾ പോകുമ്പോൾ ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. കുഞ്ഞൂസിന് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട്, പോർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വേഗം ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. കാരണം ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ പിന്നെ എന്നോട് കഴിഞ്ഞ വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന്മാരെ ആരാണ് മൂത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എൻ്റെ അടുത്ത് ഇപ്പുറത്തിരിക്കുന്ന നീല ബനിയൻ ഇട്ട ആൾ മൂത്താളും അപ്പുറത്ത് ലൈൻസുള്ള ടീഷർട്ട് ഇട്ട ആൾ ഇളയാളും ആണ് കേട്ടോ. പിന്നെ പോകാനുള്ള പാക്കിങ്ങിലാണ്. വരുമ്പോൾ ഉള്ള മടക്കി വെക്കേണ്ട ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് പോകുമ്പോൾ. സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. കാരണം എല്ലാവരും കൂടി ഉള്ളപ്പോൾ പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. വല്യമ്മയും അമ്മമ്മയൊക്കെ നാളെയാണ് കേട്ടോ അവർ പോവുക. അപ്പോൾ അവരൊക്കെ പോയിട്ട് പോകണമെങ്കിൽ എനിക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല. അവരെല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ രാത്രിയിൽ പോകുമ്പോൾ നല്ല വിഷമമാണ്. മെയിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞിപ്പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ കളികളൊക്കെ കാണാൻ നല്ല രസമാണ്. അവളെ വിട്ടുപോകാൻ എനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ എന്നെക്കാളും സങ്കടം എൻ്റെ കുഞ്ഞൂസിനാണ്. ലച്ചുവും നന്ദുവിനെയും വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അവരോട് കളിക്കാനാണ് അവൻ മെയിനായിട്ട് ഇവിടെ വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കാവില്ലേ. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് വിഷമത്തോടെ ആണെങ്കിൽ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.